എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 27 ശ്ലോകം 6, 7, 8, 9, 10, 11, 12 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. എല്ലാ അഹങ്കാരവും നശിച്ചു. ഇന്ദ്രന്റെ ഭഗവാന്റെ മഹാത്മ്യം ശരിക്കും അങ്ങോട്ട് മനസ്സിലായി. ഭഗവാനെ സ്തുതിക്കണം. വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. പിതാ ഗുരുസ്ത്വം ജഗതാമധീശോ ദുരത്യകാല ഉപാത്തദണ്ഡ ഹിതായ സ്വേച്ഛാതനുഭിः സമീപസേ മാനം വിധുന്വൻ ജഗദീശമാനിനാം. ലോകാനുഗ്രഹത്തിനായിട്ട് ഉപകരിക്കുന്ന ഈ ദണ്ഡം, ഈ ശിക്ഷ അവിടുന്ന് ചെയ്യേണ്ടത് വളരെ ആവശ്യം തന്നെയാണെന്ന് ഇന്ദ്രൻ സമ്മതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രവടി ഈ ലോകത്തിന്റെ പിതാവും ഗുരുവും നിയന്താവും ഒക്കെ ആണ്. പുത്രന്മാര് ദുർമാർഗങ്ങളിൽ പ്രവേശിക്കുമ്പോൾ പിതാവ് ശിക്ഷിക്കണം. അറിവില്ലാത്തവര് തെറ്റ് ചെയ്യുമ്പോൾ ആചാര്യന്മാര് സതുപദേശം കൊടുക്കണം. നിയമം നിർമ്മിച്ചവൻ നിയമം തെറ്റി നടക്കുന്നവരെ ശിക്ഷിക്കുകയും വേണം. ഈ പ്രവൃത്തികള് സർവേശ്വരനായ ഇന്ദ്രവടി നടത്താഞ്ഞാൽ ലോകം മഹാസങ്കട സ്ഥാനത്തായിട്ട് പോകും. കാലസ്വരൂപനായ ഇന്ദ്രവടിയെ ആർക്കും അതിക്രമിക്കാൻ കഴിയാത്തത് കൊണ്ട് ഭഗവാനെ അവിടുന്ന് ചെയ്യുന്ന ശിക്ഷ മാത്രമേ ഫലത്തിനായിട്ട് ഭവിക്കുള്ളൂ, അത് മാത്രമേ ഫലിക്കുള്ളൂ. അതുകൊണ്ട് തക്കതായ അവസരത്തില് ഞങ്ങൾ തന്നെ ലോകനാഥന്മാർ എന്ന് നടിക്കുന്ന എന്നെ പോലെയുള്ളവരെ ശാസിക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. ഭഗവാനെ അവിടുന്ന് സ്വേച്ഛയാ ഓരോ സ്വരൂപം എടുക്കുന്നതും ഇതിനു വേണ്ടിയിട്ട് മാത്രമാണല്ലോ. അല്ലാതെ നിത്യമുക്തനായ ഇന്ദ്രവടിക്ക് സ്വരൂപധാരണം കൊണ്ട് മറ്റെന്ത് ഫലമാണ് ഉള്ളത്? ഏ മദ്വിധാ ജഗദീശമാനിന ത്വാം വീക്ഷ്യ കാലേ ഭയമാശു തന്മദം ഹിത്വാര്യമാർഗം പ്രഭജന്ത്യപസ്മയാ ഈഹ ഖലാനാമപി തേനുശാസനം. എന്നെ പോലെ അറിവില്ലാത്ത ദുരഭിമാനികള് ആരാണോ അവര് ഭയകാലത്തിൽ അഭയസ്വരൂപനായി ദണ്ഡധരനായിരിക്കുന്ന അങ്ങയെ കണ്ടിട്ട് ആ മതം ക്ഷണത്തിലൊക്കെ ഉപേക്ഷിച്ചിട്ട് അഹങ്കാരം തീരെ ഇല്ലാത്തവരായിട്ട് ഗർവം അറ്റവരായിട്ട് അങ്ങയിൽ ഭക്തിയോടുകൂടി ഇരിക്കുക. ഇങ്ങനെയുള്ള ആ സന്മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് അന്ധകരണന്മാരായിട്ട് തീരണം. അതുകൊണ്ട് അങ്ങയുടെ ഈ വിധമായ ലീലയും ഖലന്മാർക്ക് ശാസനാരൂപേണ അനുഗ്രഹമായി തന്നെ ഇരിക്കണം. അതുകൊണ്ട് അങ്ങ് ചെയ്ത ഈ അഹങ്കാര ദൂരീകരണം ശിക്ഷയാണ് എന്നാലും എനിക്ക് എത്രയും മംഗളപ്രദമായിട്ട് ഭവിച്ചിരിക്കണം. അങ്ങയെ മറന്നതിന്റെ ഫലം ശരിക്കും ഞാൻ അനുഭവിച്ചു. ഇനി ഒരു കാലത്തും അങ്ങയെ മറന്ന് ഞാൻ ഇരിക്കില്ല എന്ന് അതാണ് ഇന്ദ്രൻ പറയുന്നത്. സത്വം മമൈശ്വര്യമദപ്ലുതസ്യ ഹൃദാഗസസ്തേ വിദുഷ പ്രഭാവം ക്ഷന്തും പ്രഭോ അധാർഹസി മൂഢചേതസോ മൈവം പുനർപൂന്മതിരീശ മേ സതി. എന്തും ചെയ്യാൻ സമർത്ഥനായിരിക്കുന്ന പ്രഭുവിനോട് ക്ഷമായാചനം തന്നെയാണ്, അത് മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഹേ പ്രഭു എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഭഗവാനോട് പറയുന്നു. അങ്ങയുടെ പ്രഭാവം ഒട്ടും തന്നെ അറിയാത്തവനും ഇന്ദ്രാധിപത്യത്താൽ ഉണ്ടായ മതത്താൽ വ്യാപ്തനും ബുദ്ധികെട്ടവനും അത് നിമിത്തം അപരാധിയുമായ എന്റെ കുറ്റം സർവേശ്വരനായിരിക്കുന്ന അങ്ങ് ക്ഷമിക്കണേ. സർവാന്തര്യാമിയായിരുന്ന സർവത്തെയും ചെയ്യിക്കുന്ന അല്ലയോ ഈശ്വര. കഴിഞ്ഞു പോയതിനെ പറ്റി പറഞ്ഞിട്ട് ഇനി യാതൊരു ഫലവുമില്ല. മേലിലെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള ദുർബുദ്ധി തോന്നാതിരിക്കാൻ കരുണ ചെയ്യണേ. നമുക്കും അത് തന്നെ പ്രാർത്ഥിക്കണ്ടല്ലേ, ദുർബുദ്ധി തോന്നാതിരിക്കണേ ഭഗവാൻ. അതിനു വേണ്ടിയിട്ട് അനുഗ്രഹിക്കണേ, കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. തവാവതാരോയം അധോക്ഷജേഹ സ്വയംഭരാണാം ഉരുഭാരജന്മനാം ചമൂപദീനാം അഭവായ ദേവ ഭവായ യുഷ്മച്ചരണാനുവർത്തിനാം. അല്ലയോ സർവജ്ഞനായുള്ളവനെ, ഈ ഭൂലോകത്തിൽ അങ്ങയുടെ ഈ അവതാരം സ്വാർത്ഥ തൽപരരായ
എല്ലാ ജനങ്ങൾക്കും. തങ്ങളുടെ ഉദരപൂരണം മാത്രം ചെയ്ത് പ്രാണനെ പോഷിപ്പിക്കുന്നവരും ജനങ്ങളെ മുഴുവൻ ക്ലേശിപ്പിക്കുന്നവരായതുകൊണ്ട് ഭൂമിക്ക് അധികം ഭാരമായി ഭവിച്ചവരുമായ ആ രാജാക്കന്മാരുടെ, അങ്ങനെയുള്ള രാജാക്കന്മാരുടെ ഉന്മൂലനാശത്തിനായിക്കൊണ്ടാണ് അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചത്. അങ്ങനെയുള്ള അവിടുത്തെ ചരണാരവിന്ദം, അങ്ങയുടെ ഈ പാദപത്മങ്ങൾ, ആ ചരണാരവിന്ദ മധു പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർക്ക്, ഭഗവാനിൽ അധികം ഭക്തിയുള്ളവർക്ക് എന്നർത്ഥം, യഥോചിതം അവർക്ക് വേണ്ട പോലെ ധർമാർത്ഥ കാമാദി പുരുഷാർത്ഥങ്ങൾ നൽകുന്നതിനും ഭഗവാന്റെ ഈ വിധമായ എല്ലാ ക്രീഡകളും അവതാര പ്രയോജനമായി തന്നെ ഇരിക്കണമെന്ന് അർത്ഥം. പിന്നെതാ ഭഗവാനെ സ്തുതിക്കണു. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാം പതയേ നമഃ. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ജീവരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും വസുദേവപുത്രനും എല്ലായ്പ്പോഴും ആനന്ദമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും യാദവന്മാരുടെ സർവസങ്കടങ്ങളും തീർത്തു കാക്കുന്ന രക്ഷിതാവും ഷഡ്ഗുണ പരിപൂർണനുമായ അങ്ങയെ അപരാധം ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. ആ സർവാപരാധങ്ങളും ക്ഷമിപ്പിക്കപ്പെട്ട സാമർഥ്യം ഒരു നമസ്കാരത്തിനുണ്ട്. അതാണ്, വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ സമസ്താപരാധങ്ങളും ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നമസ്കരിക്കുക. അതാണ് ഇന്ദ്രൻ ചെയ്തത്. വേറൊന്നും ആവശ്യമില്ല ഭഗവാന്, അല്ലെ? സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ. തന്റെ ഇഷ്ടപ്രകാരം സ്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായും കർമാതിബാധയില്ലാതെ പരിശുദ്ധമായ ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയവനായും വിശ്വരൂപനായും സർവത്തിനും ഉൽപ്പത്തിസ്ഥാനഭൂതനായും സർവഭൂതങ്ങളുടെയും ആത്മാവായും ഇരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് മയേദം ഭഗവൻ ഗോഷ്ഠനാശായ സാരവായുഭി ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിന തീവ്രമന്യുന. അങ്ങയുടെ പ്രഭാവം ആലോചിക്കുമ്പോൾ തന്റെ വൈഭവം അതിതുച്ഛാണ് എന്ന് മനസ്സിലായി ഇന്ദ്രന്. അതുകൊണ്ട് പറയണു, ഹേ ഭഗവൻ, സർവേശ്വരനായ അങ്ങ് യാഗം മുടക്കിയപ്പോ ഒതുങ്ങിയിരിക്കേണ്ടവനായ ഞാൻ ത്രിലോകേശൻ എന്ന അഭിമാന ഹേതു കൊണ്ട് വർദ്ധിച്ച കോപത്തോടു കൂടിയവനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ടതും ചെയ്യാത്തതൊന്നും അകർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാതെ അവിവേകം അങ്ങോട്ട് വന്നാൽ പിന്നെ എന്തും ചെയ്യാൻ, അല്ലെ? എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അകർത്തവ്യങ്ങളത് എന്തെന്നറിയാത്തവനായി ഗോകുലത്തെ നശിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതികഠിനമായ വർഷത്താലും കാറ്റിനാലും ഗോകുലത്തെ ഉപദ്രവിച്ചു. അങ്ങനെയുള്ള എന്റെ ഈ അവിവേകം അങ്ങ് ക്ഷമിക്കണേ. ക്രോധം വന്നാൽ ചെയ്തുകൂടാത്തത് എന്താണുള്ളത്? ക്രോധികൾക്ക് ചെയ്തുകൂടാത്തത് ഒന്നുമില്ലല്ലോ ഭഗവാൻ. അതുകൊണ്ട് കാമാദി ഷഡ്വർഗ സമേതനായിരിക്കുന്ന എന്റെ ഈ അപരാധം കാമാതിരഹിതനായ അങ്ങ് ക്ഷമിക്കണം. എത്രയോ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഒരു ഇന്ദ്രപട്ടം ലഭിക്കുന്നത്. അങ്ങനെ ഇന്ദ്രപട്ടം കിട്ടിയാലും ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാവർക്കും വരും അഹങ്കാരം. എന്റെ വൈഭവം കൊണ്ടാണ് ഞാൻ ഇന്ദ്രന്റെ കസേരയിൽ ഇരിക്കണമെന്നാണ് ഇന്ദ്രന്റെ വിചാരം. അങ്ങനെയുള്ളവരുടെ അഹങ്കാരം നശിപ്പിക്കാനായിട്ട് ഭഗവാൻ, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ അവതാരം. ഇത്ര യോഗ്യനായിട്ടുള്ള ആളുകൾക്കും അഹങ്കാരം വരാം എന്നാണ് ഭഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.